നമസ്കാരം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് നീ പൊറുക്കേണമേ. ഫലസ്തീൻ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ച വരികളാണിത്. ഇതോടൊപ്പം അദ്ദേഹം ഒരു ഫോട്ടോയും പങ്കുവച്ചു. തെക്കൻ ലെബനോനിലെ ക്രിസ്തീയ ഗ്രാമത്തിൽ ഇസ്രായേൽ സൈനികൻ ക്രൂശിതനായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ രൂപത്തെ തല്ലിത്തകർക്കുന്ന ഒരു ചിത്രമാണ് ഈ ഫലസ്തീൻ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചത്. എന്തായാലും ഇസ്രായേൽ സൈന്യത്തിനെതിരെ ലോകവ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു, അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്വേഷണം നടന്നു വരികയാണ് എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്തായാലും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായിട്ടുള്ള പ്രതിഷേധ സ്വരങ്ങൾ, പ്രതികരണങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. കൊല്ലാം, തോൽപ്പിക്കാനാകില്ല എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ ചില ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊന്നിട്ടും ജൂതന് കലി തീരുന്നില്ല എന്ന പ്രതികരണവും ചില ആളുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈസ്തവ മത വിശ്വാസികളുമായി ബന്ധപ്പെട്ട് അവരുടെ ദൈവവും ദൈവപുത്രനുമൊക്കെയാണ് യേശുക്രിസ്തു. അതേസമയം ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇവിടെ ഈസ പ്രവാചകനാണ്. രണ്ട് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി. എന്തായാലും ഈ ഈസാ നബിയോട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് ഒരുപാട് ക്രൂരതകൾ ചെയ്ത ഒരു വിഭാഗമാണ് ഇവിടെ ജൂത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ദുഃഖവെള്ളിയാഴ്ചയുടെ ചരിത്രം പരിശോധിച്ചാൽ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയ ദിവസമാണ്. ആ ക്രൂശിതനായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ ചിത്രമാണ് ഇവിടെ ജൂത സൈന്യം ഇപ്പോൾ തല്ലി തകർത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പിന്നീട് ഈസ്റ്റർ ആഘോഷം, അത് ഉയിർത്തെഴുന്നേൽപ്പ് തിരുനാളാണ്. മൂന്നാം നാൾ യേശുക്രിസ്തു ഉയിർത്തെഴുന്നേറ്റു എന്നാണ് ക്രൈസ്തവ വിശ്വാസികളുടെ വിശ്വാസം. അതേസമയം ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, ജൂത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ ഈസാ പ്രവാചകനെ കൊല്ലുന്നതിന് വേണ്ടി ശ്രമിച്ചു, പക്ഷെ കൊല്ലാൻ കഴിഞ്ഞില്ല. ആകാശലോകത്തേക്ക് ദൈവം ഇവിടെ ഈസാ പ്രവാചകനെ ഉയർത്തി എന്നാണ് വിശ്വസിക്കുന്നത്. എന്തോ ആവട്ടെ, ഇവിടെ ജൂതരാണ് ഈ യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ ഈസാ പ്രവാചകനെ കൊല്ലുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയത്. കുരിശുമരണം വിധിച്ചതും അത്തരത്തിൽ കുരിശിലേറ്റിയതുമൊക്കെ ജൂതനാടുവാഴിയുടെ ഉത്തരവിനെ തുടർന്നാണ്. എന്തായാലും ഇവിടെ ഈസാ പ്രവാചകനോട് മാത്രമല്ല, മൂസാ പ്രവാചകനോടും അതുപോലെ തന്നെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയോടുമൊക്കെ ഒരുപാട് ക്രൂരതകൾ കാണിച്ചിട്ടുള്ള വിഭാഗമാണ് ജൂത മതവിഭാഗം. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരിപ്പോഴും കൊന്നിട്ടും അവർക്ക് കലി തീരുന്നില്ല. യേശുക്രിസ്തുവിനോടുള്ള ആ കലി അവർക്ക് തീരുന്നില്ല. അവർ തുടർച്ചയായി ആ ക്രൂരതകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ ഞാനിവിടെ പറഞ്ഞല്ലോ, കൊല്ലാം, തോൽപ്പിക്കാനാകില്ല എന്ന് പറഞ്ഞല്ലോ. അതായത് തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള തിരിച്ചറിവാണ് അവരുടെ കലി തീരാത്തത്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ക്രൂശിതനായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ പ്രതിമയെ പോലും അവർ ഭയപ്പെടുന്നത്. ക്രൂശിതനായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ പ്രതിമയെ പോലും തല്ലിത്തകർക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവർക്ക് തോൽപ്പിക്കാനായിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. എന്തായാലും ഇവിടെ ജൂത സൈന്യത്തിന്റെ ഈ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട്, ഈ നീച പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്.